ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് 50 രൂപയ്ക്ക് കിട്ടിയ മീനാണ് കേട്ടോ ഇത്. 50 രൂപയ്ക്ക് ഇഷ്ടം പോലെ കണ്ണിയയില കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കണ്ണിയയില നമ്മൾ ആദ്യം ഒന്ന് വെട്ടി തേച്ച് കഴിയൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ കുറച്ച് മീനെടുത്ത് വറുക്കാനായിട്ട്, പൊതിച്ചോറിന് ഞാൻ മീൻകറി ഇവിടെ ഉണ്ടാക്കുന്നില്ല, അപ്പോൾ കുറച്ച് മീനെടുത്ത് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ കോവയ്ക്കയാണ് കേട്ടോ ഇത്. കോവയ്ക്ക എല്ലാം അരിഞ്ഞ്, കോവയ്ക്ക സവാളയും കൂടെ അരിഞ്ഞ് വെച്ചു. ചമ്മന്തിക്കുള്ള മുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ തേങ്ങ, ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മീൻ വറുക്കുവാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് മീൻ വറുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ വറുത്ത് വെക്കുവാണ്. ഇത് കണ്ണിയയിലയാണ്. 50 രൂപയ്ക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കുറച്ചെടുത്ത് വറുക്കാനായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്ത് വെച്ച് അതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മുടെ കോവയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്കയും മെഴുക്കുവരട്ടി നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. മീൻ ഇവിടെ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്താണ് ഞാനിവിടെ ചമ്മന്തി അരച്ചെടുത്തത്. ഇതിനകത്തേക്ക് കുറച്ച് പച്ചമാങ്ങയും കൂടെ ചേർത്താൽ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ നല്ല രീതിയിൽ ആവി കയറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് മെഴുക്കുവരട്ടി എടുക്കുക. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ വാഴയില വെട്ടാൻ പോയി. അങ്ങനെ വാഴയിലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ വറുക്കാൻ വെച്ചിരിക്കുന്ന മീനിൻ്റെ പുറത്തേക്ക് ഞാനങ്ങ് വെച്ചു. ഇതാകുമ്പോൾ നമ്മുടെ പൊതിച്ചോറ് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ആ മീൻ വറുത്തതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് നമ്മുടെ വാഴയിലക്കകത്തും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പൊതിച്ചോറ് കഴിക്കാനായിട്ട്. ആ സമയം കൊണ്ട് ഞാൻ മുട്ടയും കൂടെ അങ്ങ് വറുത്തെടുത്തു കേട്ടോ. കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 പിടി ചോറിട്ടു. അതിലേക്ക് നമ്മുടെ ചമ്മന്തി എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ വറുത്ത മീനാണ് കേട്ടോ. നമ്മുടെ കണ്ണിയയിലയാണിത്. കണ്ണിയയില വറുത്ത മീൻ കുറച്ചെടുത്ത് വെച്ചു. അതുപോലെ തന്നെ നാരങ്ങ അച്ചാർ, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ അടമാങ്ങ അച്ചാറും കൂടെ നമ്മുടെ പൊതിച്ചോറിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലാസ്റ്റാണ് നമ്മുടെ മുട്ട വറുത്തത് വെക്കുന്നത്. മുട്ട വറുത്തതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഞാൻ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.